അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത് കൊല്ലപരീക്ഷയുമായി ബന്ധപ്പെട്ട 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തജ്വീദിൽ നിന്നുള്ള പരീക്ഷയ്ക്ക് സാധ്യതയുള്ള പരീക്ഷയ്ക്ക് വന്നാൽ എങ്ങനെ എഴുതാമെന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മതി, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുക. അതിൽ നിങ്ങൾക്ക് ആവശ്യമായ ക്ലാസ്സിൻ്റെ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടാകും, പേപ്പറുകളൊക്കെ അതിലുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് താഴേക്ക് എഴുതിയെടുക്കുക. ഇതാണ് പ്രവർത്തനം. 1. നാവിൻ്റെ ഗതി ഉയരൽ കൊണ്ട് ഉണ്ടാകും. നാവ് ഉയർന്നാൽ ഉണ്ടാകുന്നത് എന്താണ്? ബ്രാക്കറ്റിലുണ്ട് തഫ്ഖീം. അതാണ് ഉണ്ടാവുക. 2. നാവിൻ്റെ ഗതി താഴൽ കൊണ്ട് ഉണ്ടാവും. നാവിൻ്റെ ഗതി താഴുക, അങ്ങനെ ഉണ്ടായാൽ ഉണ്ടാകുന്നത് എന്താണ്? തർക്കീക്ക് എന്ന് പറയും. തഫ്ഖീമിൻ്റെ ഓപ്പോസിറ്റാണ് തർക്കീക്ക്. 3. ഖുസ്സ ലിഗ്തിൻഖിൽ. ഇത് എന്താണ് ഈ പറഞ്ഞ അക്ഷരങ്ങൾ? അത് അൽ ഹുറൂഫുൽ ഖമരിയ്യത്ത്. ഹുറൂഫുൽ ഖമരിയായ അക്ഷരങ്ങളാണ്. ഇസ്തിഅലാൻ്റെ ഹർഫാണ് കേട്ടോ. ഇസ്തിഅലാൻ്റെ ഹർഫുകളാണ് ഖുസ്സ ലിഗ്തിൻഖിൽ. 4. ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമഹു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അൽ ഹുറൂഫുൽ ഖമരിയ്യത്തു, ഖമരിയായ അക്ഷരത്തിൽപ്പെട്ടത്. ഇതൊക്കെ ഖമരിയായ അക്ഷരങ്ങളാണ്. പരീക്ഷയിലേക്ക് അൽ ഹുറൂഫുൽ ഖമരിയ ഏതാകുന്നു എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന അക്ഷരങ്ങൾ 14 അക്ഷരങ്ങളാണ് എഴുതേണ്ടത്. ഇബ്ഗി ഹജ്ജക വഖിഫ് അഖീമഹു എന്നുള്ള ഈ വാക്ക് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഒരു അക്ഷരങ്ങളായിട്ട് എഴുതണമെന്നില്ല, വാക്കുകളായിട്ട് എഴുതിയാൽ മതി. 5. ലാസിം കലമിയും മുഖഫഫായ മദ് 2 തവണ വന്നിട്ടുണ്ട്. ഏത് സൂറത്തിലാണ് ലാസിം കലമിയും മുഖഫഫായ മദ് വന്നിട്ടുള്ളത്? അത് സൂറത്തുൽ യൂനുസിലാണ് കേട്ടോ. ചിലപ്പോൾ അത് പരീക്ഷയിൽ ചോദ്യമായിട്ട് വരും, ഉത്തരം എഴുതാം എന്നുള്ള പ്രവർത്തനത്തിലും വരാറുണ്ട്. 2. പൂർത്തിയാക്കാം. വരി പൂർത്തിയാക്കി കൊടുക്കുക. 1. ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പുള്ള ഹർക്കത്ത് കസറാണെങ്കിൽ ലാമിനെ ഡാഷ് എന്താ ചെയ്യുക? തർക്കീക്ക് ചെയ്യണം. 2. ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പ് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ ലാമിനെ എന്ത് ചെയ്യും? ഡാഷ് തഫ്ഖീം ചെയ്യണം. 3. വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് ഡാഷ് എന്ത് പറയുക? വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് തഫ്ഖീം എന്ന് പറയാം. 4. ചിലപ്പോൾ ആ 3ാമത്തെ ചോദ്യം ഉണ്ടല്ലോ, ഉത്തരം ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും? ചോദ്യമായിട്ട് വരും. തഫ്ഖീം എന്ന് പറയുന്നു എന്തിന്? ഉത്തരം വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് തഫ്ഖീം എന്ന് പറയുന്നത്. ചോദ്യം വന്നാൽ അങ്ങനെയാണ് എഴുതേണ്ടത്. 4. മദ്ദക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂനുണ്ടെങ്കിൽ ആ മദ്ദിന് എന്ത് പറയും? ലാസിം കലിമിയ് മുഖഫഫ് എന്ന് പറയും. 5. ഹിജായിയായ ഹറഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മദ്ദിന് ഡാഷ്. ഹിജായിയായ ഹറഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മദ്ദിന് എന്ത് പറയും? ലാസിം ഹറഫിയ് മുഖഫഫ്. എന്താണ് ഈ പറഞ്ഞത്? ലാസിമിന് 4 തരത്തിലുണ്ട്. കലിമിയുണ്ട്, ഹർഫിയുണ്ട്, അതിൽ മുഖഫഫുണ്ട്, മുസക്കലുണ്ട്. അതെന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ 4ാം ക്ലാസ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 4ാം ക്ലാസ്സിൻ്റെ വീഡിയോകൾ, ക്ലാസ് വീഡിയോകൾ തജ്വീദിൻ്റെ കിട്ടും, റിവിഷൻ ക്ലാസ്സുകളൊക്കെ. ഒന്ന് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കുക.
ഇനി മൂന്നാം പ്രവർത്തനം 2 വീതം എഴുതാം. ഒന്ന്, റായിനെ തർക്കീക്കാക്കേണ്ട സ്ഥലങ്ങൾ. തർക്കീക്കാക്കുന്ന സ്ഥലങ്ങൾ ഈ 2 ഉദാഹരണം എഴുതാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. തഫ്ഹീമിനും തർക്കീക്കിനും ഈ 2 ഉദാഹരണം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ തർക്കീക്കാക്കുന്നതിൻ്റെ ഉദാഹരണമാണ് സ്ഥലങ്ങളാണ് പറഞ്ഞത്. ഒന്നാം റായിൻ്റെ ഹർക്കത്ത് കെസറാവുക എന്നതാണ്. നമുക്ക് തർക്കീഖ് റാ എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട് റായിന് കെസറാവുക. റായിന് കെസറാണോ തർക്കീക്കാക്കേണ്ടത്. അതുപോലെ രണ്ടാമത്തത്, റായിന് സുക്കൂനും റായിൻ്റെ മുമ്പ് അസിലിയായ കെസറും വരികയും റായിൻ്റെ ശേഷം ഇസ്തിലാഹിൻ്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തത് എഴുതാം, സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനായ യാ വരിക. സിമ്പിളായിട്ടുള്ള പഠിച്ചു വെക്കുക ഈ 2 ഇനി 2, റായിനെ തഫ്ഹീമാക്കേണ്ട സ്ഥലങ്ങൾ 2 എഴുതാനേ. നേരത്തെ പറഞ്ഞതുപോലെ റായിന് കസറായിരുന്നോട്ടെ, എന്നാൽ തഫ്ഹീമിൽ റായിന് ഫത്തുഹോ ലമ്മോ ആവുക. റായിൻ്റെ ഹർക്കത്ത് എന്താവുക? ഫത്തുഹോ ലമ്മോ ആവുക. 2, റായിന് സുക്കൂനും റായിൻ്റെ മുമ്പ് ഹറഫിന് ഫത്തുഹോ ലമ്മോ ആവുക. അതല്ലെങ്കിൽ അതിൽ സിമ്പിളായിട്ടുള്ള പഠിച്ചു വെക്കുക. എന്നാൽ പരീക്ഷയ്ക്ക് പെട്ടെന്ന് എഴുതാം ഈ 2 ഉദാഹരണം ചോദിച്ചാൽ. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അറബി ഉദാഹരണം എഴുതണം. ഇത് ഉദാഹരണമല്ല, സ്ഥലങ്ങളാണ്. തഫ്ഹീമാക്കേണ്ട സ്ഥലങ്ങളാണ് പറയുന്നത്. ഉദാഹരണം ചോദിച്ചാൽ ഇതുപോലെ എഴുതി കൊടുക്കേണ്ടി വരും. ഇനി ഉത്തരം എഴുതാം എന്നുള്ള പ്രവർത്തനമാണ്. 1, റായിൻ്റെ മഖ്റജ് ഏതാണ് റായിൻ്റെ മഖ്റജ്? ഉത്തരം, നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഊനുമാണ് റായിൻ്റെ മഖ്റജ്. 2, ഫകാന കുല്ലു ഫിരിഖിൻ കത്തൗദിൽ അലീം എന്നതിലെ റായിന് തഫ്ഹീമും തർക്കീക്കും ജായിസാവാൻ കാരണമെന്ത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ കാരണം ഇസ്തിലാഹിൻ്റെ ഹർഫായ ഖാഫിന് കെസറായതാണ് കാരണം. 3, ഹർഫുൽ ലീൻ എന്ന് പറയും എന്തിന്? ഉത്തരം, വാവിനും യാഇനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫതുഹുമാണെങ്കിൽ ആ വാവിനും യാഇനും ഹർഫുൽ ലീൻ എന്ന് പറയും. ചോദ്യം 4, ഇദ്ഗാം എന്ന് പറയുന്നു എന്തിന്? ഇദ്ഗാം എന്നുള്ള ചോദ്യം പലതവണ വന്നിട്ടുണ്ട് കേട്ടോ. ഉത്തരം, സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്ത് ഷദ്ദ് ചെയ്യണം. ഇതിനാണ് ഇദ്ഗാം എന്ന് പറയുക. 5ാമത്തെ ചോദ്യം, ഇമാലത്ത് എന്നാൽ എന്ത് എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമാലത്ത് എന്ന് പറഞ്ഞാൽ ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുക. ഇതിനാണ് ഇമാലത്ത് എന്ന് പറയാം. പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പ്രവർത്തനം വേർതിരിക്കാം. ഇതിൽ നിന്ന് ബ്രാക്കറ്റിൽ നിന്ന് അൽ മദ്ദുൽ മുത്തസിലും അൽ മദ്ദുൽ മുൻഫസിലും വേർതിരിക്കാം. ആദ്യം നമുക്ക് മദ്ദു മുത്തസിൽ വേർതിരിക്കാം. വജാഅ റബ്ബുക വൽ മലകു സഫാ സഫാ, അതാണ് മദ്ദു മുത്തസിൽ. കാരണം മദ്ദക്ഷരവും ഹംസയും ഒറ്റ കലിമത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്, വജാഅ. മറ്റൊന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇവിടെ മദ്ദക്ഷരവും ഹംസയും ഒറ്റ കലിമത്തിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ അമ്മ യതസാഅലൂൻ, ഇത് ഒറ്റ കലിമത്തിൽ തന്നെയാണ് മദ്ദക്ഷരവും ഹംസയും തൊട്ടടുത്ത് വന്നത്. ഇനി മദ്ദു മുൻഫസിൽ പറയാനില്ലല്ലോ, ബാക്കിയുള്ളത് ഇന്നാ അഅ്തൈനാകൽ കൗസർ, ഇതിൽ മദ്ദക്ഷരം വേറെ കലിമത്തിലാണ്, തൊട്ടടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസും വന്നിട്ടുണ്ട്. 2 കല്ലാ ഇന്നഹാ തദ്കിറ, ഇതിൽ മദ്ദക്ഷരം വേറെ കലിമത്തിലാണ്, തൊട്ടടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയും വന്നു. മറ്റൊന്ന് അല്ലദീനഹും യുറാഊന, ഇവിടെ മദ്ദക്ഷരവും ഹംസയും ഒറ്റ കലിമത്തിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മുത്തസിലാണ് വരിക, മുഫസിൽ പെടൂല.
ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, മദ് ആരിളിലും ലീനിലും മദ്ദിൻ്റെ അടയാളം ഇല്ല. കാരണം എന്താണ്? കാരണം ഇവിടങ്ങളിലൊക്കെ എന്താണ്? സ്ഥിരമായ മദ്ദല്ല, അതുകൊണ്ടാണ് ഇവിടെ മദ്ദിൻ്റെ അടയാളം ഇല്ലാത്തത്. 2, മദ്ദിയായ അക്ഷരങ്ങളെ മുത്തമാസിലൈനി ആയാലും ഇദ്ഗാം ചെയ്യുകയില്ല. എന്തുകൊണ്ട്? ഉത്തരം, അങ്ങനെ ചെയ്താൽ മദ്ദ് ഇല്ലാതെയാവും. 3, ഇസ്മി ഓതാതെ തുടങ്ങേണ്ട സൂറത്ത്. ബിസ്മി ഓതാതെ തുടങ്ങേണ്ട സൂറത്ത് ഏതാണ്? സൂറത്ത് തൗബ. 4, ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഫാവും അതുപോലെ വാവും മീമും. ഇത് 3 ചുണ്ടിൽ നിന്നാണ് പുറപ്പെടുന്നത്. 5, ഖുർആൻ പാരായണം അവസാനിക്കുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ്? സദഖല്ലാഹുൽ അലിയുൽ അലീം. ഇതിൽ സദഖല്ലാഹുൽ അലീം എന്ന് എഴുതിയിട്ടുണ്ട്, അതാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ.